കാർഷിക ബില്ല് പിൻവലിക്കേണ്ടി വന്നു. ഒരു സമയത്ത് ഈ AAPൻ്റെ ഒരു എല്ലാവരും കൂടി കുറേ പേര് കൂടിയാണ് പിൻവലിക്കേണ്ടി വന്നത്. അത് അത്രയൊക്കെ സമ്മർദ്ദം വന്നപ്പോൾ, കാരണം കർഷകർ എല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അവർ എതിരായിപ്പോയി. അപ്പം മോദി അത് ചെയ്ത് ശരിയാണെന്നറിയാമെങ്കിലും മാർക്ക് പറഞ്ഞ് പിൻവാങ്ങി. അവർ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യമാണല്ലോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനങ്ങളാണെങ്കിലും വോട്ട് അവരെ കൺവിൻസ് ചെയ്യാതെ ഒന്നും ബില്ല് കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം അങ്ങനെ പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ അത് പിൻവലിച്ചില്ലെങ്കിൽ എന്തായിരുന്നു, അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ കർഷകർക്ക് ഗുണമുണ്ടായിരുന്നു. ഈ കർഷകരെല്ലാം അവിടുത്തെ കുറേ മാഫിയകൾ, മണ്ടികളെന്ന് പറയും. ഈ മണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നസീദ് പറയുന്ന മണ്ടിപ്പെണ്ണെ ജയ്ഭാരതി കൊണ്ട് വിളിക്കുന്ന അങ്ങനത്തെ മണ്ടികളല്ല. നസീർ വഴി സിനിമകളിലൊക്കെ എങ്ങനെയല്ലേ ജയ്ഭാരതി പ്രേമരംഗങ്ങളൊക്കെ മണ്ടിപ്പെണ്ണെ എന്ന് വിളിക്കുന്നു. അപ്പോൾ ജയ്ഭാരതിക്ക് സന്തോഷമാണ് ഇന്നൊക്കെ മണ്ടിപ്പെണ്ണെന്ന് വെച്ചാൽ വാടി വെച്ച് തരും പെണ്ണുങ്ങൾ. പക്ഷെ അന്ന് ജയഭാരതിക്കൊക്കെ ഇഷ്ടമായിരുന്നു. ജയഭാരതി എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന്. കാരണം എന്നെ മണ്ടിയാണെന്നാണല്ലോ നസീർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കഥാപാത്രം. അപ്പോൾ ഞാൻ മണ്ടി ഇവനെയൊക്കെ വിറ്റ കാശ് വരെ എൻ്റെ പോക്കറ്റിലുണ്ടെന്ന് ഇയാൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ മരമണ്ടൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇയാളെന്നെ മണ്ടി എന്ന് വിളിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ള അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ടിയല്ല ഈ മണ്ടി എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കർഷകർ ഈ മാർക്കറ്റിനെ ഞാൻ മണ്ടി എന്ന് പറയുന്നത്. സബ്ജി മണ്ടി എന്നൊക്കെ പറയുന്നത്, പച്ചക്കറി മാർക്കറ്റിന്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. അവരുണ്ടാക്കിയ വിളകളെല്ലാം ഇവിടെ കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ, വേറെ ഒരിടത്തും കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജന്മദേവൻ അതിൻ്റെ വിളകൾ എടുക്കില്ല, അവനെ ബഹിഷ്കരിച്ച് കളയും. അപ്പോൾ ഈ മാഫിയകൾ എന്ത് ചെയ്യും, ചെറിയ വിലയ്ക്ക് ഇതങ്ങ് എടുക്കും. എന്നിട്ട് അവരാണ് വിൽക്കുന്നത് വലിയ വിലയ്ക്ക് മാർക്കറ്റുകളിൽ, നമ്മുടെ അരിയും ഗോതമ്പുമൊക്കെ. എന്നിട്ട് അവനതിൻ്റെ പൈസയൊക്കെ എടുത്തിട്ട് കോടി രൂപ എടുക്കും. നമ്മുടെ അവിടെ കുറേ കക്ഷികളുണ്ട്, ടിക്കായറ്റ്, അതൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ കർഷകരെ ചൂഷണം ചെയ്ത് കഴിയുന്ന ഒരു മാഫിയകളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ കുറേ പേർക്ക് രക്തം തെളിച്ചു. അഡാനിക്കും അംബാനിക്കും വിൽക്കാൻ വേണ്ടിയാണ്. അദാനി അംബാനി ഇല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെ ഉണ്ടാവും? അപ്പം ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് മുതലാളീസ് എന്ന് വിളിക്കേണ്ട ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഫാക്ടറികൾ ഉണ്ടാവുകയും ഇത്രയും ജോലി ഉണ്ടാവുകയും ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഇന്ത്യ നിലനിൽക്കുന്നത്. ഇപ്പോൾ അദാനിയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ടാക്കുന്നത്. പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വലിയ ഷിപ്പുകൾ അവിടെ എടുക്കും, മദർ ഷിപ്പുകൾ, ഇൻ്റർനാഷണൽ കപ്പലുകൾ. ഈ ഉണ്ടാകുന്ന വികസനം ജോലിയും ഇന്ത്യയുടെ സാമ്പത്തികമായ വളർച്ച പറയാൻ പറ്റില്ല. ഇന്ന് നടന്നു പോകുന്നവൻ സ്കൂട്ടറിൽ പോകുന്നവൻ കാറിൽ പോകും, ചെറിയ വീടുള്ളവൻ വലിയ വീട് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ എന്താ വേണ്ടത്? കുട്ടികൾക്കൊക്കെ ജോലി കിട്ടും. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവനെ നാട്ടിൽ ജോലി കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള വികസനമാണ് ആ പോർട്ട് വന്നാലുണ്ടാവണത്, വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ ഇത് എടുക്കുന്ന ആരാ? അഡാനിയാണ്. അഡാനി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം എല്ലാ നല്ലതിനെയും ചീത്ത എന്ന് വിളിക്കുന്ന കുറേ ടീമുകൾ ഇവിടെയുണ്ട്. അദാനി അംബാനിക്ക് വേണ്ടിയാണ് പറയുന്നത്. അദാനി അംബാനി ചെയ്യുന്നിടത്ത് നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ ആര് ചെയ്യും? എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മോദിജിക്ക് ഫോണെടുത്തിട്ട് അദാനിയെ വിളിച്ചാൽ, യെസ് മോദിജി, അദാനി നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ അവിടെ ചൈന എന്ന് പറയുമ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ മാന്താൻ വരുന്ന, നീ കുറേ തോക്കുണ്ടാക്കിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ തോക്ക് വരും ഇവിടെ വെടിവെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പവർ വേണമെങ്കിൽ അദാനിയും അംബാനിയൊക്കെ ഉണ്ടാവണം ഇവിടെ. അവരെന്ത് ചെയ്തു? ആരെയും ദ്രോഹിച്ചിട്ടില്ല. ബിസിനസ് ചെയ്തിട്ടാണ് അവർ കാശുണ്ടാക്കുന്നത്. എനിക്കൊരു വെട്ടിക്കട ഉണ്ടാക്കാൻ കഴിയാനില്ല, എന്നിട്ട് നിങ്ങൾക്ക് കഴിയുമോ? ഒരു ചെറിയ കടയിട്ടിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പം രാത്രി സമയങ്ങളിൽ ജനലിക്കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഒരു പുകയും അതുപോലെ വലിയ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു ഭൂതം പോലെയായിട്ട് സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. എന്തോ അത് ഫാക്ടറികളാണ്, രാത്രിയും പകരം പ്രവർത്തിക്കുന്ന ഫാക്ടറികളാണ്. ഈ ഫാക്ടറികൾ ഇട്ടതാരാണ്? മുതലാളിമാരാരാണ്? ഇതൊക്കെ ഇടാൻ എളുപ്പമാണോ? ഒരു ചെറിയ സാധനം പോലും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴാണ് ഇത്ര വലിയ ഫാക്ടറികളൊക്കെ സ്വന്തം ഇൻവെസ്റ്റ്മെൻ്റ് എടുത്ത് റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവരില്ലെങ്കിൽ നാട്ടിലെ സ്ഥിതി എന്താ? ഇതെല്ലാം കണ്ടിട്ട് ഇവന്മാരെ കണ്ട് കഴിഞ്ഞാൽ ആട്ടി ഓടിക്കുന്ന കുറേ കക്ഷികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് ശരിയാണ്. ഇത് ഇപ്പോൾ എത്ര പേർക്ക് ഇത് മനസ്സിലാവുണ്ടെന്നറിയില്ല.
ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ അവർക്ക് ടാക്സ് അടയ്ക്കുന്നവരാണ്. അവരുടെ ടാക്സ് അവർ കിട്ടുന്ന ലാഭം മുഴുവനോട് വിഴുങ്ങുകയല്ല. ഈ മുതലാളിത്തത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുതലാളിമാർ നല്ലവരാണ്. അവർ ഈ അവസാനം ഈ കിട്ടുന്ന പൈസ മുഴുവൻ സമൂഹത്തിന് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അവരിതൊന്നും ഒരു പൈസയും കൊണ്ടുപോകുന്നില്ല മേലോട്ട്. അപ്പം ഈ കാൾ മാർക്സിൻ്റെ കാലത്തുണ്ടായിരുന്ന മാതിരി അന്നൊക്കെ ചൂഷണ വ്യവസ്ഥിതി കോളനികളൊക്കെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് യൂറോപ്യന്മാരൊക്കെ വന്നിട്ട് എല്ലായിടത്തും അടിമക്കച്ചവടമൊക്കെ നടന്നിരുന്ന കാലഘട്ടമാണ്. അതല്ലല്ലോ ഇപ്പോൾ. മുതലാളിമാരുടെ ഇടയിലും ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ കുറ്റമല്ലല്ലോ. അവർക്ക് യോഗം ഉണ്ടായിട്ട് പൈസ ഉണ്ടായി, അവർക്ക് കഴിവുണ്ടായിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു. അത് നല്ല രീതിയിൽ ടാക്സ് കേൾക്കുന്നു, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ജനനന്മയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള മുതലാളിമാരുണ്ട്. മാഫിയകളും അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. മാഫിയ മുതലാളിമാരുണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് ഓരോ തരം കഞ്ചാവും കള്ളുമൊക്കെ വിറ്റ്. അപ്പോൾ എല്ലാവരും അതല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വ്യവസായങ്ങളുടെ പുരോഗതി ഇതിനെല്ലാം സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതൊക്കെ മോദി സർക്കാരിൻ്റെ കാലത്ത് എല്ലാം ഇങ്ങനെയൊക്കെയുള്ള നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അഡാനിനെയും അംബാനിനെയൊക്കെ ഓടിച്ചു കളഞ്ഞിട്ട് ഇവിടെ പിച്ചെടുക്കണമെന്നാണോ മിസ്റ്റർ രാഹുൽ ഗാന്ധി? അദ്ദേഹത്തിൻ്റെ ഗാന്ധി എന്നുള്ളത് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു ഗഡ്ഡിന്നോ ഗന്ധിന്നോ മറ്റോ ആണ്. പുള്ളിയുടെ ശരിക്കുള്ള പുള്ളി നെഹ്റുവാണ്. രാഹുൽ നെഹ്റു എന്നാണ് വിളിക്കാൻ എന്തായാലും മടി. സ്വന്തം ഫാദറിൻ്റെ പേരിൽ മഹാത്മാഗാന്ധിയുടെ സർനെയിം ഞാൻ ഉപയോഗിക്കില്ല എന്ന് ആദർശധീരനാണെങ്കിൽ അദ്ദേഹം പറയൂ, എന്നെ രാഹുൽ ഗാന്ധി എന്ന് വിളിക്കേണ്ട, എന്നെ രാഹുൽ നെഹ്റു എന്ന് വിളിച്ചാൽ മതി. അതൊന്നങ്ങനെ ആയതാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ ആയതാണ്. ഫിറോസ് ഗഡ്ഡിയാണ്. ഞാൻ ശരിക്കും ഗാന്ധിയല്ല, ഗഡ്ഡി. രാഹുലിനെ അത് പറഞ്ഞുകൂടെ? ഞാൻ രാഹുലിനെ തന്നെ എനിക്ക് പറയും. എനിക്ക് ഗാന്ധി എന്നുള്ള സർനെയിം ഞാൻ എന്താ ഉപേക്ഷിക്കുന്നു. നമ്മുടെ തിലകനൊരു സിനിമയിൽ സ്വന്തമേത്തിൽ മുണ്ടൊക്കെ പറിച്ചെറിഞ്ഞില്ലേ, ഞാൻ വിദേശമായ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം അയ്യോ ഇയാൾക്ക് ഭ്രാന്താന്ന് മുകേഷൊക്കെ വിളിച്ചു പറയണേ. അപ്പോൾ അതേപോലെ രാഹുലിന് ഗാന്ധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ നെഹ്റു എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ബഹുമാനം തോന്നുമായിരുന്നു. കാരണം നമ്മുടെ സ്വന്തം കഴിവ്, നമ്മുടെ സ്വന്തം അഭിപ്രായം. അദ്ദേഹം ചുമ്മാ മോദിനെ ഫുൾ ടൈം ചീത്ത പറഞ്ഞുകൊണ്ട് എടുക്കുക. അങ്ങനെ വ്യക്തിത്വം ഇല്ലാണ്ടാവുകയാണ്. നമ്മളാരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം ഇല്ലാണ്ടാവണം എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയില്ല. ചിലപ്പോൾ ചീത്ത പറയാം, പക്ഷേ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ, അതും വിദേശത്തൊക്കെ ചെന്നിരുന്നാണ് മോദിനെ ചീത്ത പറഞ്ഞ് ഇന്ത്യയിലെ മൊത്തം ചീത്ത പറയണ ഒരു സ്റ്റേജിലേക്ക് വരെ അദ്ദേഹം എത്തി. വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ പഠിപ്പിക്കാനിറങ്ങിയ അവർക്ക്. ജയശങ്കർ പറഞ്ഞു, ഞാൻ ഇനി ഇയാളുടെ ഒന്ന് പഠിച്ചോളാം, എനിക്കിത്രയും IFS-ലൊക്കെ ഇരുന്ന് ഇത്രയും കാലം പരിചയമൊക്കെയുള്ളൊരു മനുഷ്യനാണ്, പക്ഷേ എന്നാലും എനിക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ പഠിക്കാം. രാഹുൽ ഒക്കെ പിന്നെ അയാൾ മിണ്ടായിട്ടില്ല. ഈ രാഹുൽ പറഞ്ഞ കക്ഷി ഇയാളൊക്കെയാണ് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഇവിടെ കുറേ പേര് നടക്കുന്നത്. വിഷമം തോന്നണം. നല്ല നേതാക്കന്മാരെ ഉണ്ടാക്കട്ടെ, കോൺഗ്രസ് വിജയിച്ചു വരട്ടെ, എന്നിട്ട് എങ്ങനെയാണെങ്കിലും BJP-ക്കാരെ മെച്ചപ്പെടട്ടെ, കോമ്പറ്റീഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കിയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അതല്ല. ഇന്ന് കോൺഗ്രസ്സുകാർ ഇന്ത്യ ഭരിച്ചാൽ ശരിയാവില്ല. ലോകം വളരെ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ലോകത്തെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്, അതിന് വ്യക്തമായ ഒരു ജീവിതത്തിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാർ വേണം ഭരിക്കാനായിട്ട്. മനുഷ്യരെ സ്നേഹിക്കുന്ന ആൾക്കാർ വേണം ഭരിക്കാനായിട്ട്. അത് നരേന്ദ്രമോദിക്ക് മന്ത്രിമാർക്കും BJP എന്ന പാർട്ടിയിലെ ആൾക്കാർക്കും ലോകത്തിൽ ശാന്തി സമാധാനം വേണമെന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ എന്തെങ്കിലും വളരെ കുറച്ച് കശിവിശകളെ ഉണ്ടായിട്ടുള്ളൂ. ലഹളകളുണ്ട്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്തോരം റയട്സുകളുണ്ടായത് ഓരോ സ്ഥലത്ത് ഹിന്ദു മുസ്ലിമും അതൊക്കെ. ഇപ്പോൾ അതൊന്നും ഇല്ല. അതൊക്കെ ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ ഈ മാഫിയകളൊക്കെ ഒതുക്കേണ്ടാണ് ഇതുണ്ടായത്. ഇതിപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളെല്ലാം അവരവരുടെ പണി നോക്കി ജീവിക്കുകയാണ്. അവർക്കവിടെ ലഹള ഉണ്ടാക്കാൻ പോലെയല്ല അവരുടെ പണി. പക്ഷെ ഇവരെല്ലാം കൂടിയും ചില സമയത്ത് ഈ മാഫിയകളുണ്ട്. അഹമ്മദാബാദിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് മദ്യ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? ഇവരെ എല്ലാം അവർക്ക് ഒരു കാര്യത്തിനായിട്ട് ലഹള ഉണ്ടാക്കും. അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ലഹള എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ലോകത്തെ എല്ലാ മനുഷ്യരും, നമ്മളിപ്പോൾ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പോയ സന്തോഷ് ജോർജ് കുളങ്ങര ഇവരൊക്കെ പറയുന്നത് ശ്രദ്ധിക്കണം. അവർ നല്ല ജനങ്ങളെല്ലായിടത്തും നല്ല ആൾക്കാരാണ്. ഒരു 90 എത്ര ശതമാനം ഒന്നും അറിയില്ല, 80%, 75%, അതിലും നല്ല ഭൂരിപക്ഷം ജനങ്ങളും
അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിനെ നോക്കി ജീവിക്കുന്നവരാണ്. അവർക്ക് വഴിയും പിടി ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. ചെറിയൊരു ശതമാനം ആൾക്കാരാണ് ഇവരെല്ലാം നശിപ്പിച്ചു കളയുന്നത്. അപ്പോൾ 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 ഇവർക്ക് വേണ്ട നേതാക്കന്മാരാണ്. നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ അടിയും പിടിയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിനെ ആ കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അവർ ആവശ്യമില്ലാണ്ട്, പക്ഷെ മുസ്ലിം ലീഗിൽ നിന്നൊക്കെ കൺട്രോൾ ഇല്ലാണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് പേര് തീവ്രവാദമായിട്ടൊക്കെ പോയിട്ടുണ്ട്. കുറേ മിസ്ഗൈഡഡ് പീപ്പിൾ എന്നാണ് പറയാനുള്ളൂ. ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ പിരികയറ്റിയിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഇറങ്ങുന്നതാണ്. ഇവിടെ മുസ്ലിം ലീഗ് പൊതുവെ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു സമാധാനപരമായ അതേസമയം ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും അവരെ കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവരെ മുസ്ലിം ലീഗിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സ്റ്റാൻഡാണ് എനിക്കുള്ളത്. അവർ ആവശ്യമില്ലാണ്ട് ഇപ്പോൾ അതിൽ ചില മന്ത്രിമാരൊക്കെ നല്ല മന്ത്രിമാരുണ്ട്, വികസനത്തിന് അനുകൂലമായിട്ടുള്ള മന്ത്രിമാരുണ്ട്, നമ്മുടെ MK മുനീറും. പിന്നെ ഇവരെല്ലാം സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീവ്രമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുക. കാരണം ഇപ്പോൾ മുഴുവൻ ഭീകരന്മാരെ കൈകാര്യം ചെയ്യുന്ന അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരും കുറച്ചങ്ങോട്ട് മാറും. അപ്പോൾ ലോകത്ത് ശാന്തി സമാധാനം ഉണ്ടാകുന്ന രീതിയിൽ ലോകത്ത് നടക്കണമെങ്കിൽ നമ്മുടെ ജനാധിപത്യം കൃത്യമായിട്ടിരിക്കണം. നമ്മുടെ റോള് നമ്മൾ ചെയ്യണം. നമ്മൾ വോട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ആൾക്കാർക്കായിരിക്കണം, കറക്റ്റായ ആശയങ്ങളായിരിക്കും, തെറ്റിദ്ധരിപ്പിക്കപ്പെടാനൊക്കെയുള്ളത്. ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള ഇവന് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നത്, ഞാൻ ന്യൂനപക്ഷം എന്നുള്ള വാക്കിന് യോജിപ്പില്ല. അവരും എല്ലാ റിലീജിയനുള്ളവരും തുല്യമായിട്ട് കാണുന്ന ഒരു പാർട്ടിയാണ് അത്. കൂടുതലായിട്ട് പ്രീണിപ്പിക്കാനോ ഭയപ്പെടുത്താനോ ഭയക്കാനോ തയ്യാറല്ല നരേന്ദ്രമോദി. അവർ എല്ലാവരെയും ഈക്വലായിട്ട് കണ്ട് ഓരോമ്മ ഒറ്റമക്കളെന്നുള്ള മട്ടിലാണ് ഇന്ത്യക്കാരെല്ലാം കാണുന്നത്. അത് നമ്മൾ വിനയപൂർവ്വം സ്വീകരിക്കണം. അതിപ്പോൾ ഞങ്ങൾക്കത് വേണം, ഇത് വേണം, മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വേണം, അത് ഞങ്ങളുടെ അവകാശമാണെന്നൊക്കെ പറയുന്നേക്കാളും നല്ലത് അർഹിക്കുന്നവന് വിഭവങ്ങൾ കൊടുക്കുക, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക, അത്രയും പോരെ, ജീവിച്ചാൽ പോരെ, നന്നായിട്ട് ജീവിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രളയത്തിൽ നമ്മൾ എത്താൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി മോദി നമ്മളെ വിഴുങ്ങിക്കളയുന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഇതൊന്നും, കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമിനെയോ മോദി BJP ഉപദ്രവിച്ചിട്ടില്ല സംഘടിതമായിട്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പഴയ ഗോത്ര കലാപത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ ചിലകരി എറിയുകയും ഒക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണം തുടരട്ടെ. നമുക്ക് അദ്ദേഹം ഏതെങ്കിലും സാഹചര്യത്തിൽ BJP മോശമാവുകയാണെങ്കിൽ നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ തൽക്കാലം കഴിഞ്ഞ 10 വർഷത്തെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നല്ല ഭരണമാണ്. അപ്പോൾ അതിൽ ഞാനിപ്പം ഏഷ്യക്കാരനെ മെൻഷൻ ചെയ്തു, രാജ്നാഥ് സിംഗിനെ മെൻഷൻ ചെയ്തു. രാജ്നാഥ് സിംഗ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്തി. അതുപോലെ അമിത്ഷായെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം കാശ്മീർ ശാന്തമാക്കിയതാണ്. അതുപോലെ പണ്ട് കാലത്ത് മുതൽ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളെല്ലാം കൂടി അടിച്ചോടിച്ച് ഹിന്ദുക്കൾ കൂടും കുടുക്കയൊക്കെ എടുത്തിങ്ങ് ഓടിപ്പോകുന്ന ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് ഒരു രാജ്യമില്ല ലോകത്ത്, അവർക്ക് എവിടെയെങ്കിലും വേണ്ട, ഇന്ത്യക്ക് സഹകരണമുണ്ട്, അവർക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയതാണ്. അവർ ഓടിച്ചു തരാനാണ് അവിടുത്തെ മുസ്ലിം അയൽവക്കത്തെ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്, അവരാണ് അടിച്ചോടിച്ചത്. അല്ലാണ്ട് അപ്പോൾ അതിപ്പോൾ മുസ്ലിങ്ങൾക്കെതിരായിട്ട് വിവക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരും അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരന്ന് മുതൽ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ലാണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നതിന് നമുക്ക് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പോഴും ഒരുപാട് പേര് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ നമ്മളെ ഇന്ത്യക്കാരനാണോ അവരെയാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഇവരെല്ലാം ചിലരൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആൾക്കാരുമാണ്. കാരണം ഇവരൊക്കെ ഒറിജിനൽ തീവ്രവാദികൾ. അപ്പോൾ തീവ്രവാദി മുസ്ലിംസും ദേശീയ മുസ്ലിംസും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രീതിയിലാണ് BJP കാണുന്നത്. കാരണം തീവ്രവാദി മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അപകടകാരികളാണ്. അവർ ഈ പറഞ്ഞ പോലെ വീടുകളിൽ ചെന്ന് വീട്ടുകാരെ കൊല്ലുക അതൊക്കെ ചെയ്യാനൊന്നും ഒരു മടിയില്ലാത്ത തരത്തിലുള്ള വളരെ കഠിനമായ കക്ഷികളാണ്. നമുക്കെന്നെ അറിയാം ഇവിടുത്തെ ജിഹാദി പ്രവർത്തനങ്ങൾ. 100 കണക്കിന് വർഷം ജീവിച്ച ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാളും സിറിയയിൽ ഒരു പെൺകുട്ടിയും പോയിട്ടില്ല. അതേസമയം ഇന്നലെ മതം മാറി കഴിഞ്ഞ് ഇന്ന്
വേഷം മാറി ജിഹാദ് എന്ന് പറഞ്ഞിട്ട് സിറിയയ്ക്ക് പോകണമെങ്കിൽ അവരെത്രയധികം തീവ്രവാദ മസ്തിഷ്ക പ്രക്ഷാളനവും സമ്മർദ്ദവും ഉണ്ടായി കാണണം. അപ്പോൾ നൂറുകണക്കിന് വർഷമായിട്ട് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന മുസ്ലിംസ് അവർ പോകുന്നില്ല തീവ്രവാദത്തിന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് തന്നെ കാണാൻ കഴിയണം. അതുപോലെ അതുകൊണ്ട് ഇവിടെ എല്ലാവരും നല്ല രീതിയിലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ തന്നെ പോവുള്ളൂ, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. BJP ഒരിക്കലും പിന്നെ രാമജന്മഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിഭാഗത്തിൻ്റെ ഇതാണ്. അവിടെ അതിന് പകരം ഒരു പള്ളി കൊടുത്തിട്ടാണ്, പള്ളിക്ക് സ്ഥലവും പൈസയൊക്കെ കൊടുത്തിട്ടാണ് അത് അക്രമികളാണ് അമ്പലം പൊളിക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ മുസ്ലിംസ് സ്വമേധയാ ഏതെങ്കിലും അമ്പലം പൊളിക്കാൻ ഇറങ്ങി നമുക്കറിയില്ല. തീവ്രവാദ പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും എന്നാൽ അവർ ചിലപ്പോൾ അമ്പലങ്ങൾക്ക് ഒരുപാട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലങ്ങൾ പൊളിക്കുന്നത് ഞങ്ങളെ മുസ്ലിം മതക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് ഈ അക്രമികളെന്ന് പറഞ്ഞുകൊണ്ട് അത് ഹിന്ദു സൈഡിൽ നിന്നും അങ്ങനെ ചിന്തിക്കരുത്, മുസ്ലിം സൈഡിൽ നിന്നും അങ്ങനെ ചിന്തിക്കരുത്. ഒരു അക്രമി ഒരു അമ്പലം പണിത് അമ്പലം പൊളിച്ചു, ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ് അവരുടെ ദൈവങ്ങളുടെ, അത് തിരിച്ചു വെച്ചാൽ അതിന് പകരം കിട്ടി. ഇപ്പോൾ നമ്മൾ റോഡ് പോകുമ്പോൾ കമ്പൻസേഷൻ കിട്ടൂലേ. നമ്മൾ അമ്പലം പള്ളിയൊക്കെ പൊളിച്ചിട്ടൊക്കെയാണല്ലോ റോഡ് നിർമ്മാണമൊക്കെ നടത്തിപ്പം വികസന പ്രവർത്തനങ്ങൾ, അതിന് കമ്പൻസേഷൻ കിട്ടും. അപ്പോൾ അല്ലാണ്ട് മുസ്ലിങ്ങളുടെ മെക്കയൊന്നുമല്ല ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ അങ്ങനെ BJPക്ക് അപ്പോൾ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വലിയ കലാപൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കയറി ഒരു സമൂഹത്തിനെ ആക്രമിക്കുന്ന സ്വഭാവമൊന്നും ഇല്ല. അത് അനർഹമായ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ന്യായമായ കാര്യങ്ങളെ അവർ ചെയ്യുന്നുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് ആ ഒരു തരത്തിൽ കൂടി കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് മലപ്പുറത്തെ ഡോക്ടർ അബ്ദുൽ സലാമും നമ്മുടെ അബ്ദുള്ളക്കുട്ടിയും ഒക്കെ അവരെ ജാമ്യം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നസ്രത്ത് ജിഹാൻ എന്ന് പറഞ്ഞൊരു വനിതയുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. അവരൊക്കെ നമുക്ക് വളരെ ബഹുമാനമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ BJPയുടെ പല മന്ത്രിമാരുടെയും ഭരണം, അപ്പം നിതിൻ ഗഡ്കരി ആയാലും ശരി, അതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരും അതുപോലെ കഴിവുള്ളവരാണ് അപ്പോൾ അതെല്ലാമാണ് നമുക്ക് വളരെ ആകർഷണീയമായി തോന്നിയത്. അതാണ് എൻ്റെ